ഹായ് ഫ്രണ്ട്സ്, അജന്തി പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ചൂടുവെള്ളത്തിൽ നിന്ന് തുടങ്ങിയാലോ? ഇന്നതാ ചൂടുവെള്ളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. മഴക്കാലമൊക്കെ അല്ലേ? അമ്പമ്പോ, എന്താ ഭംഗിയില്ലേ! ഹായ് ഹായ്, നല്ല സ്വാദം ഉണ്ടായിരുന്നേ. നല്ല കപ്പലണ്ടിയും ചിക്കനും സവാളയും ക്യാപ്സിക്കവും പിന്നെ പലതരം ക്യാപ്സിക്കവും പിന്നെതാ അജിന്തി പ്രസാദും ഒക്കെ ഉണ്ട്. ഇനി ഇത് പറയട്ടെ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം ഇവരെന്തൊക്കെയോ പേര് പറഞ്ഞു. പക്ഷെ ഒന്ന് പറഞ്ഞേ, തായും ചൈനയും തമ്മിലുള്ള കോമ്പിനേഷനിൽ ഉണ്ടാക്കിയ ഒരു വിഭവമാണെന്ന് പറഞ്ഞു. പക്ഷെ തായും ചൈനയും തമ്മിലുള്ള കോമ്പിനേഷൻ്റെ സ്വാദ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് സാധാരണ ഒരു ചിക്കൻ കറിയുടെയും പിന്നെ അതേ ചിക്കൻ 65 അങ്ങനെയൊക്കെയുള്ള ചെറിയ സോസൊക്കെ ഒഴിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു സ്വാദാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞ തായും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ഞാൻ കണ്ടില്ല. ഞാൻ മുൻപ് കഴിച്ചിട്ടുണ്ട് എനിക്ക് തായുടെ സ്വാദ് അറിയാം, ചൈനയുടെ അങ്ങനെ ഒരു ചെറിയൊരു സ്വാദ് ഞാൻ മുൻപ് കഴിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ ഒരു സ്വാദ് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയാനായിട്ട് കാരണം കേട്ടോ. അപ്പം അതുകൊണ്ട് അവർ അതൊക്കെ കൊണ്ടുവന്ന് തന്നപ്പോൾ ഇതൊക്കെ അവർ പറഞ്ഞിട്ട് നമ്മൾ കഴിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇവനാണ് ഞങ്ങളെ ഇങ്ങനെ പെടുത്തി വെച്ചത് വിഭവങ്ങൾ. എന്തായാലും അവിടെ ബിരിയാണി കണ്ട പിന്നെ വെള്ളമിറക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചിക്കൻ ബിരിയാണി സാധാ ബിരിയാണി, അധികം സ്പൈസി അല്ല, അധികം മസാലയില്ല, എല്ലാം അത്യാവശ്യം ക്വാണ്ടിറ്റി, അതായത് ഒരാൾക്ക് കഴിക്കാൻ പറ്റാവുന്ന ക്വാണ്ടിറ്റിയിലുള്ള ബിരിയാണി തന്നെയായിരുന്നു അത്. പിന്നെ അതേപോലെ സാലഡ് ഉണ്ടായിരുന്നു, അതേപോലെ അതിലൊരു ചെറിയൊരു ചമ്മന്തി ഉണ്ടായിരുന്നു, അതേപോലെ അതിലൊരു കുറച്ച് പിക്കിൾ ഉണ്ടായിരുന്നു, ഒരു പപ്പടം ഉണ്ടായിരുന്നു. ഇതാണ് ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ അവർ കൊണ്ടുവരുന്നത്. സാധാരണ ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റും അത്രയ്ക്കുള്ള ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഞങ്ങൾ ഒരു ബിരിയാണി മേടിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പത്തായം ഇപ്പം അങ്ങ് പോരാ. കാരണം പണ്ടൊക്കെ ഈ പത്തായം നിറഞ്ഞങ്ങ് നമ്മൾ നല്ല പോലെ അങ്ങ് ഫുഡ് കഴിച്ചിരുന്നു ഞാൻ. പക്ഷേ ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചിരുന്നാൽ എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബിരിയാണി മതി എന്ന് ഞങ്ങൾ ആക്കിയത്. അപ്പോൾ ഒരു ബിരിയാണിയും അതേപോലെ ഒരു കറിയും ഒക്കെയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. പിന്നെ പറഞ്ഞാലേ ചിക്കൻ ആ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ തായും ചൈനയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞതിനോട് എനിക്ക് വർക്കായിട്ടില്ല, എനിക്ക് ഇത്തിരി വിയോജിപ്പുണ്ട്. പിന്നെ അതേപോലെ ചിക്കൻ ബിരിയാണി എൻ്റെ പൊന്നുമക്കളെ അത്യാവശ്യം നല്ല ടേസ്റ്റിയുള്ള നല്ല ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ അത് നല്ല സ്വാദുണ്ട്, കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്നോട് പറയാണ് ചിക്കൻ ഞങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ചിക്കൻ്റെ കുറച്ച് പീസസ് എൻ്റെ കയ്യിലേക്ക് തന്നെ പെട്ടു. അപ്പോൾ അവളോട് ചോദിക്കുകയാണ് എന്താ വേണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചിക്കൻ വേണം, എനിക്ക് കുറച്ച് ചിക്കൻ ബിരിയാണിയിലത്തെ കുറച്ച് ചിക്കൻ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചിക്കനൊക്കെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു. അതിപ്പോഴല്ലല്ലോ വരുന്നത്. വീഡിയോ എപ്പോഴോ മുന്നോട്ട് പോയിട്ട് അല്ല, അത് മുന്നോട്ടോ എപ്പോഴേക്കോ പോയിട്ടുണ്ട്. എന്തായാലും ആ ടേസ്റ്റി ബിരിയാണി നമ്മളിങ്ങനെ കഴിച്ചു. അല്ല, ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, എല്ലാം പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞു ആ കഥ വന്നിരിക്കുന്നത്. ഇതെവിടെ? കനാറി, KANARY, കനാറി. അതെങ്ങനെയാണോ സ്പെല്ല് ചെയ്യാന്ന് എനിക്കറിയില്ല, അത് ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. കനാറി റെസ്റ്റോറൻറ്റ്, തൃശ്ശൂർ MG റോഡിലാണുള്ളത്. അത് ഞങ്ങൾ അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ചുങ്കത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അധികമൊന്നും വൈകണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ചുങ്കത്ത് ജ്വല്ലറിയുടെ അടുത്ത് തന്നെയാണ് ഈ കനാറി റെസ്റ്റോറൻറ്റ് ഉള്ളത് കേട്ടോ. MG റോഡിൽ തന്നെ, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ബ്രഹ്മസമൂഹ മഠം അതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് വേർഡ്സുകൾ അല്ലെങ്കിൽ ഒരു സ്ഥലങ്ങൾ അതൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ട്. സംസാരിക്കുമ്പോൾ ഞാൻ മറന്നു പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചില വേർഡ്സുകൾ സംസാരിക്കുമ്പോൾ മറക്കും. സംസാരിക്കാൻ ഒരുപാട് കാലം ആരും സംസാരിക്കാതെ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ. അത് നമ്മൾ എന്നു വെച്ചാൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, അതൊക്കെ തന്നെ. അപ്പോൾ
അങ്ങനെ ഞാൻ പല വേർഡ്സുകൾ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഏതാണ് ഞാൻ പറഞ്ഞു വന്ന സ്ഥലത്തിൻ്റെ പേര്, ആളുകളുടെ പേരൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഞാൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ പരസ്പരം എപ്പോഴും കാണുന്നവരല്ല, എപ്പോഴെപ്പോഴും ചാറ്റ് ചെയ്യുന്നവരല്ല, എപ്പോഴെപ്പോഴും വിളിക്കുന്നവരല്ല, ഒന്നുമല്ല. അതുകൊണ്ടാണ് പരസ്പരം കാണുമ്പോൾ ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ ഒത്തിരി നേരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം കേട്ടോ. ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും സംസാരിച്ച് എപ്പോഴും ഫോണിൽ കൂടിയൊക്കെ സംസാരിച്ച് നമുക്ക് ഇത്രയധികം സംസാരിക്കാനും ഉണ്ടാവില്ല. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കണ്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. ഇങ്ങനെ മനസ്സിങ്ങനെ തുറന്ന് ലാസ്റ്റ് നമ്മുടെ എന്താ പറയുക എല്ലാം പോളിഷ് ചെയ്ത് ഇങ്ങനെ വെക്കും. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് വരെയുള്ള കാര്യങ്ങൾ വീണ്ടും നമുക്ക് നിറച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഈ ഫ്രൂട്ട് സലാഡ് എത്തിയിട്ടോ. കുറേ ഡിസേർട്ട് അവൻ പറഞ്ഞു, പേരുകളൊക്കെ പറഞ്ഞു. അവൻ എന്ന് വെച്ചാൽ ആള് പറഞ്ഞു. പക്ഷെ നമുക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല, പേര് നാളൊന്നും അറിയില്ല. അപ്പോൾ പക്ഷേ നമുക്ക് ഒരു ഫ്രൂട്ട് സലാഡ് കൊണ്ടുവന്നു. ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒരുപാട് സ്വാദ് തോന്നി. അപ്പോൾ അത് ക്വാണ്ടിറ്റി എനിക്ക് തോന്നുന്നു കുറവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പൈസ ഉണ്ടല്ലോ, പൈസ അത് ഇതിൽ കൂടുതലാണ്. അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചുകൂടി നല്ല സ്പേസാണ്, നല്ല പ്രൈവസിയുള്ള സ്ഥലമാണ്, എല്ലാം ആണ് കേട്ടോ. ടേസ്റ്റും ഉണ്ട്, ഫുഡിന് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് പൈസ കുറച്ച് കൂടുതലല്ലേ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണക്കാർക്ക് പോകാൻ പറ്റിയ ഒരു ഇടമാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പോയി. നല്ല അത്യാവശ്യം നല്ലൊരു പൈസ വന്നു. ഇതാ ഒരു ബിരിയാണിയും ഒരു കറിയും ഒരു ഫ്രൂട്ട് സലാഡും മേടിച്ചിട്ട് തന്നെ 1000 ആയി. അപ്പോൾ 1000 അടുത്ത് നിന്നു. അപ്പോൾ അറിയാലോ അവിടുത്തെ പൈസ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ വർത്തമാനത്തിൽ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ എപ്പോഴും പോകുമ്പോഴും പുതിയ പുതിയ റെസ്റ്റോറൻറ്റ്, നമ്മൾ കാണാത്ത റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെയാണ്. വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോകണതാണ് കേട്ടോ. ഇന്ന സ്ഥലങ്ങൾ ഇന്നതാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ സ്ഥലത്തേക്ക് പോയി ഫുഡ് കഴിക്കുന്നതാണ്. ഇഷ്ടം പോലെ ഭംഗിയുള്ള ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട്. പലരും പലതൊക്കെ കഴിക്കുന്നത് കണ്ടു. ഒരേപോലെയുള്ള വിഭവങ്ങൾ. കൂടുതൽ ആൾക്കാരും ബിരിയാണിയാണ്. ഇവിടുത്തെ ബിരിയാണിക്ക് ഫേമസ് ആൾക്കാരുണ്ടെന്നുള്ളത് മനസ്സിലായത് ഒരുപാട് ബിരിയാണി പോകുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവും ബിരിയാണി അടിപൊളി ബിരിയാണി ആണല്ലോ എന്നെനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പം അതുകൊണ്ട് ബിരിയാണിയെക്കുറിച്ചും എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണുള്ളത്. പക്ഷെ തായും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലുള്ള ആ ഒരു കോമ്പിനേഷനിലുള്ള വിഭവത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അങ്ങനെ ടേസ്റ്റോടുകൂടി കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ജയലക്ഷ്മിയിൽ പോയി, കുറേ സ്ഥലങ്ങളിലേക്ക് പോയി, കുറച്ചൊക്കെ പർച്ചേസൊക്കെ ചെയ്ത് ഇങ്ങനെ നല്ല കുട്ടികളായിട്ട് പർച്ചേസൊക്കെ ചെയ്ത് വീട്ടിലേക്ക് ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് അങ്ങ് തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ അത്ര നേരമേ ഉള്ളൂ നമ്മളുടെയൊക്കെ സംസാരവും സന്തോഷവും സമാധാനവും. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് കാണുന്നത് വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ്സ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ ബൈ.